അതെ, ഞാനൊരു കഥ പറയട്ടെ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോയി. കണ്ടക്ടർ സഹോദരന്മാർ സ്ഥലപ്പേരുകൾ വിളിച്ച് വണ്ടിയിലേക്ക് യാത്രക്കാരെ ആകർഷിപ്പിക്കുന്ന തത്രപ്പാടിലാണ്. ചിറ്റല്ലൂരിലേക്കുള്ള വണ്ടി എന്നെ മാടി വിളിക്കും പോലെ ഒരറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. കയറി സൈഡ് സീറ്റ് ഉറപ്പിച്ചു. ഡ്രൈവർ പാട്ട് വെച്ചപ്പോൾ മനസ്സിലായി വണ്ടി പുറപ്പെടാറായെന്ന്. ആഹാ, ഇളയരാജ സോങ് തന്നെ. കേളടി കൺമണി കാതലിൻ സംഗതി നീയിതൈ കേൾപ്പതാൽ നെഞ്ചിലോ നിമ്മതി. പാട്ട് കേട്ടപ്പോൾ മനസ്സ് പാതി തണുത്തു. ജനൽ കമ്പികളിൽ തട്ടി തെറിച്ചു മുഖത്ത് തുരുതരെ ചുംബിക്കുന്ന കാറ്റ് എന്നെ ഉറക്കത്തിലേക്ക് തള്ളിവിടുകയാണ്. കണ്ണടച്ചതും ഒരു 7 വയസ്സുകാരി പാരപ്പരക്കി നോക്കി നിൽക്കുന്നു. അവൾ തേങ്ങുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ചുറ്റുമുള്ളവരെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഡ്രൈവർ ബ്രേക്ക് ഇട്ടതും ഞാൻ ഞെട്ടി ഉണർന്നു. ചുറ്റും നോക്കി. കണ്ടക്ടർ ഏതോ സ്ഥലപ്പേര് വിളിച്ചു പറയുകയായിരുന്നു. ഈശ്വര, ഞാനെന്തപ്പോ ഇങ്ങനെ സ്വപ്നം കണ്ടത്? മനസ്സ് അസ്വസ്ഥമായി. കണ്ണടച്ച് മനസ്സിനെ സ്വസ്ഥമാക്കാൻ നോക്കി. 2 ചെവികളിലൂടെയും മരണ വീട്ടിന്റെ കരച്ചിൽ തുളച്ചു കയറുകയാണ്. എന്റെ മകൾക്ക് ഈ വിധി വന്നല്ലോ ദൈവമേ. മുത്തിയമ്മ നെഞ്ചത്തടിച്ച് കരയുകയാണ്. എന്റെ അനിയത്തിക്കിനി ആരുമില്ലല്ലോ എന്ന് തൊണ്ട കീറി വിളിക്കുകയാണ് വല്യപ്പച്ചി. കുഞ്ഞു പെങ്ങൾ 24-ാം വയസ്സിൽ വിധവയായത് വിശ്വസിക്കാനാകാതെ കോലായിന്റെ അറ്റത്ത് പ്രതിമകളെ പോലെ മൗനമായിരിക്കുകയാണ് ആങ്ങളമാർ. പൂർണ്ണഗർഭിണിയായ നാത്തൂന്റെ തോളിൽ വെള്ളത്തോർത്തിട്ടുകൊണ്ട് സങ്കടങ്ങൾക്ക് തടകെട്ടി 2 ഏട്ടത്തിയമ്മമാർ. അപ്പച്ചി തേങ്ങിക്കരയുമ്പോൾ വയറ് താങ്ങിക്കൊണ്ട് ഇടറെ ശബ്ദത്തിൽ വല്യമ്മ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കരയല്ലേ മഞ്ജു. നാട്ടുകാരെല്ലാവരും മൂക്കത്ത് കൈവച്ച് വിശ്വസിക്കാനാവാതെ നിന്നു. ആരൊക്കെ പറയുന്നുണ്ട്, എന്നാലും മഞ്ജുവിനെ ഗതി വരുത്തിയല്ലോ ദൈവമേ, അവൾക്ക് ഇതെല്ലാം താങ്ങാൻ തമ്പുരാൻ കരുത്തു കൊടുക്കട്ടെ. മുകളിലേക്ക് നോക്കി ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നു, കരയുന്നു. 2 വയസ്സ് മാത്രം പ്രായമുള്ള മകളെ ഏട്ടത്തിയമ്മ തോളിൽ ചാച്ചുറക്കി. പൂർണ്ണഗർഭിണിയായ അപ്പച്ചിയെയും കൊണ്ട് കുറച്ചുപേർ ജീപ്പിൽ കയറി നെല്ലൂഴിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒന്ന് പൊട്ടിക്കരയാനാകാതെ മൗനമായിരിക്കുന്ന അപ്പച്ചിയെ കണ്ട് എല്ലാവരും ഭയന്നു. അല്ലെങ്കിലും ഈ വിയോഗം താങ്ങാവുന്നതിലും അപ്പുറമാണ്. തൻ്റെ അച്ഛൻ്റെ ചേതനയറ്റ ശരീരത്തിന് ചുറ്റുമായി 2 വയസ്സ് മാത്രം പ്രായമുള്ള അവൾ കളിച്ചുകൊണ്ടേയിരുന്നു. 2ാമത്തെ മകളെ ഗർഭം ധരിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്ന അവസാന മാത്രയിൽ ഭർത്താവിൻ്റെ അപകട മരണം അതെങ്ങനെയാണ് താങ്ങാൻ സാധിക്കുക? അന്നൊരു സന്ധ്യയിൽ അളിയന്മാരൊത്ത സന്തോഷത്തോടെ തൻ്റെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ ഒരു സമയത്താണ് അപകടമുണ്ടായത്. എല്ലാവരും ചെറിയ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു. മാമൻ മാത്രം അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കുറേ ദിവസം കിടന്നു. ഗർഭിണിയായ അപ്പച്ചിയെ വിവരമൊന്നും അറിയിച്ചില്ല. ഒടുവിൽ ഈശ്വരൻ ഈ വിധിയാണ് കരുതി വെച്ചത്. അപ്പച്ചിയെയും കുഞ്ഞുമകളെയും പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെയും ഒരു നോക്ക് കാണാതെ മാമൻ യാത്രയായി. സാഹചര്യങ്ങൾ അപ്പച്ചിക്ക് കരുത്തു കൊടുത്തു. 2ാമതൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഉച്ചവയിൽ മുഖത്തടിച്ചപ്പോൾ ഞാൻ സ്വബോധത്തിലേക്കെന്ന പോലെ ഞെട്ടിയുണർന്നു. പാരപ്പരക്കെ നോക്കി. ഇല്ല, സ്ഥലം എത്തിയിട്ടില്ല. എൻ്റെ കൺതടം ഈറനണിഞ്ഞിരിക്കുന്നു. കയ്യിലുള്ള ടിഷ്യൂ പേപ്പർ നുറുക്കി മടിയിൽ ചിതറിയിട്ടേക്കുന്നു. ഈശ്വര, ഞാനിതൊക്കെ എപ്പോൾ ചെയ്തു? സ്ഥലകാല ബോധം വന്ന പോലെ ഞാൻ ജനലിലൂടെ പുറം കാഴ്ചകൾ കണ്ടിരുന്നു. വീണ്ടും കാഴ്ചകൾ മങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കണ്ണിലേക്ക് നീണ്ട മുടിയുള്ള തടിച്ച ഇരുനിറമുള്ള ഒരു പെൺകുട്ടി നിറഞ്ഞു നിന്നു. പച്ച പാവാടയും വെള്ള ഷർട്ടും ധരിച്ച ഒരു പ്രീ ഡിഗ്രിക്കാരി. അക്കാലത്ത് മോഡൽ ചുരിദാർ ധരിച്ച് കണ്ണുകൾ എഴുതി ചാന്ത് പൊട്ടിട്ട് കയ്യിൽ ക്യൂടെക്സ് അടിച്ച് മുടിയിൽ അനിയത്തിപ്രാവിൻ്റെ മോഡൽ സ്കാർഫും ധരിച്ച് ഒരു സുന്ദരി പെൺകുട്ടി. അതെ, മറ്റാരുമല്ല, അപ്പച്ചിയുടെ മുഖം ഇങ്ങനെ മനസ്സിലൂടെ മിന്നി മാഞ്ഞു പോയി. പൂവും പൊട്ടും വളയും വേണ്ടാത്ത, കണ്ണെഴുതാത്ത, പുതിയ വസ്ത്രങ്ങളോടൊന്നും ഭ്രമം തോന്നാത്ത ഒരപ്പച്ചിയെ ഞാനിന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാൻ പോവുകയാണ്. മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച വലിയൊരു അധ്യായം.